ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ഇന്നലെയും നമുക്ക് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയർ അടിച്ചു പൊളിക്കും. അപ്പോൾ നമ്മുടെ കുക്കു ബ്രോയും നജീബൊക്കെ എത്തിയിട്ടുണ്ട്. പൊളിക്കൂലേ? അപ്പോൾ ന്യൂ ഇയർ പരിപാടി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീം ഹോളിഡേയ്സും മാൽവറിസും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു വിൻ്റർ ഇവൻ്റാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബസ് വന്ന് അങ്ങനെ ലീമിൻ്റെ ബസ് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം പോസ്റ്റായി. അപ്പോഴത്തേക്ക് ബസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓടിപ്പോയി ബസ്സിൽ കയറട്ടെ. ഈ ബസ് ലേറ്റായതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബസ് റിയാദിലെ അവിടുത്തെ അവരുടെ ടീമുമായിട്ടാണ് വന്നത്. നമ്മളെ ദമാമിലെ ടീമുമായിട്ട് ജോയിൻ ചെയ്ത് എല്ലാവരും കൂടെ ഇവിടുന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോകും. അതാണ് പ്ലാൻ. അങ്ങനെ ബസ്സിൽ കയറി. ഞങ്ങൾ ബാക്ക് സീറ്റിലാണ് ഗൈസ്. നമ്മൾ പൊളിക്കുന്നു. അല്ല നമ്മൾ നിങ്ങൾ എവിടെ? നജീബൊക്കെ ഇവിടെ ഇരുന്ന് തള്ളി മറിക്കുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ ഈ തള്ളൊക്കെ സഹിച്ചിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ബോറടി മാറ്റാൻ നമുക്ക് കുറച്ച് ഡാൻസ് ആയല്ലോ. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി. റോഡിൽ നിന്നൊരു 10 കിലോമീറ്ററോളം അകത്താണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ വർണ്ണ വഴിക്ക് ഫുള്ള് ക്യാമ്പാണ്. ഇതുപോലെ ഒരുപാട് ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ സൈഡിലെല്ലാം കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റായി. എന്നാലും നമ്മളെ എൻട്രി ഒന്ന് മാസാക്കി കൊടുക്കണമല്ലോ. ഏത് ഞങ്ങൾ അകത്ത് കയറി. അവിടെയാണ് എൻട്രൻസ്. അവിടെ അവരുടെ ടീം ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ മ്യൂസിക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. ശീശ വലിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളെ ചെക്കന്മാർ പിന്നെ നേരത്തെ കയറിയപ്പോഴേ തുടങ്ങി. നജീബിക്ക, ഹബീബി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കോ? ഹായ്. എടാ നീ ഉണ്ടായിരുന്നോ? നിന്റെ കാര്യം പറഞ്ഞോളൂ. നമ്മള് അപ്പോൾ മുമ്പ് നമ്മൾ ഇത് കണക്ക് ഒരു ഇവൻറ്റിൽ വെച്ച് കമ്പനിയായ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരനാട്ടോ നമ്മൾ നേരത്തെ കണ്ട്. അപ്പോൾ അകത്ത് കയറി ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നല്ല കിട്ടില്ല മ്യൂസിക്കാണ്. മ്യൂസിക് ഒരു രക്ഷയില്ല. ഇവിടെയാണ് കേട്ടോ വെൽക്കം ഡ്രിങ്ക് ഉള്ളത്. അപ്പോൾ പോയി അവരുടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിഞ്ഞ് അവർ കുറച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ അന്താക്ഷരി, ബോൾ പാസിങ്, അതുപോലെ കിഡ്സിനുള്ള കുറച്ച് പരിപാടികൾ. അപ്പോൾ അവരൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാറി ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ 4 ക്യാപ്റ്റൻസ്. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പം നമ്മൾ കുറച്ച് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ചൂട് കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ നല്ല ഗെയിമാണ്. അവരവിടെ ആ ഗെയിം കളിക്കട്ടെ. നമുക്കിവിടെ നമ്മളതായിട്ടുള്ള രീതിയിലൊരു വെറൈറ്റി ഗെയിം കളിക്കാം. അവരെ മ്യൂസിക് ഓഫ് ആകുമ്പോൾ നമ്മളിവിടെ സ്റ്റാച്ചു ആവണം. അപ്പോൾ ആരാണ് അനങ്ങുന്നത് അയാൾ ഔട്ടാവും. അതാണ് ഗെയിം. നജീബ് ബ്രോ, ചൂടുണ്ടോ? ഇവിടെ എന്താ അവസ്ഥ? പിന്നെ നമ്മള് ഭയങ്കര വെറൈറ്റി കളികളാണ്. നമ്മളെ വെറൈറ്റി ഗെയിമുകളാണ്. വേണമെങ്കിൽ കൂടാൻ കേട്ടോ. അവരെ ഗെയിമൊന്നുമല്ല ഗെയിം, നമ്മളെ ഗെയിമാണ് ഗെയിം. അങ്ങനെ നമ്മളെ ടീമിൻ്റെ ബാക്കിയുള്ളവരും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ ഈ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചു. അങ്ങനെ നമുക്ക്
ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ നമ്മൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇവരെ പിന്നെ വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. അതായത് നമ്മളെ മന്തി, ബിരിയാണി, ഗീ റൈസ്, അതുപോലെ അൽഫാം, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, ഈത്തപ്പഴച്ചാറ്, മയോണസ്, പിന്നെ ഒരുപാട് സലാഡ്സ്. പിന്നെ ഇവരുടെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ മേടിച്ചിരുന്നിട്ട് എല്ലാവരും കഴിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. അതും ആസ്വദിച്ച് ഇങ്ങനെ നമ്മളെല്ലാവരും കൊണ്ടിരുന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അന്താക്ഷരി ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ടയേർഡായി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അന്താക്ഷരി കളിക്കാൻ വിചാരിച്ചു, എല്ലാവരും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം DJ ഡാൻസ്. അപ്പോൾ നമ്മുടെ കൂത്താട്ടത്തിലോട്ട് പോകാൻ ടൈമായി. അപ്പോൾ ഒരുപാട് വീഡിയോസുകളുണ്ട് ആഡ് ചെയ്യാൻ, പക്ഷേ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറയ്ക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടലി ടയർഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.